കൊച്ചി മരടിൽ 4 വയസ്സുകാരിയുടെ അമ്മ കൊടും ക്രൂരത കാണിച്ച സംഭവത്തിൽ പിതാവിനെ പ്രതി ചേർക്കാൻ സാധ്യതയില്ല. പീഡനത്തെക്കുറിച്ച് പിതാവിന് അറിയില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. മാതാവിനായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ കൊടുക്കും. വിഷ്ണു സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. പറയൂ വിഷ്ണു. കൊടും ക്രൂരതയാണ് 4 വയസ്സുകാരിയോട് സ്വന്തം മാതാവ് ചെയ്തത്. ചട്ടുകം പൊള്ളിച്ച് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വെപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് സ്കൂൾ അധികൃതർ പരാതി നൽകിയതനുസരിച്ച് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. പക്ഷേ പോലീസിനെ അത്ഭുതപ്പെടുത്തിയത് ഈ വീട്ടിൽ ഭർത്താവും അവരുടെ അമ്മയും ഒക്കെ അയാളുടെ അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരാരും അറിയാതെയാണോ ഈ അമ്മ ഇങ്ങനെ ചെയ്തതെന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്നതിന് വേണ്ടി ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തനിക്കിത് അറിയില്ലായിരുന്നു എന്ന മറുപടിയാണ് ഈ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. പോലീസ് ആ മറുപടി വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയാണ് ഇയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ആ ഘട്ടത്തിൽ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ കുഞ്ഞ് ഈ വിവരങ്ങളൊന്നും തന്നോട് പങ്കുവച്ചിട്ടില്ല എന്നുള്ള കാര്യവും പിതാവ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് മരട് പോലീസ് എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് നിർദ്ദേശം നൽകുകയും അതിപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി നിലവിൽ ഹോം കെയർ സെന്ററിലാണുള്ളത്. കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കുട്ടിയെ കുറച്ചുകൂടി മാനസികമായി പ്രാപ്തയാക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ കുട്ടിയുടെ മാതാവിന് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കുട്ടി കൂടുതൽ ഭക്ഷണം ചോദിച്ചപ്പോൾ, അതായത് വിശക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ഭക്ഷണം ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ദേഷ്യമുണ്ടായി കുട്ടിയെ ചട്ടകം പൊള്ളിച്ചു വെച്ചു എന്നുള്ളതാണ് ഈ മാതാവ് നൽകിയിരിക്കുന്ന മൊഴി. വിചിത്രമായൊരു മൊഴിയാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.